നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്തൊരു ഫോമിലാണ് ഇപ്പോൾ ആലിസൺ ബെക്കർ ഉള്ളത്. ആലിസൺ ബ്രസീലിന്റെ വല കാക്കാൻ ഇറങ്ങിയാൽ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും എന്ന് നന്നായിട്ട് അറിയാം അലക്സിസ് മാക്കലിസ്റ്റർക്ക്. അവരൊരുമിച്ചല്ലേ ലിവർപൂളിൽ കളിക്കുന്നത്. അപ്പോൾ ആലിസൺ അർജന്റീനയ്ക്കെതിരെ കളിക്കാതിരിക്കാൻ അവന്റെ ഭക്ഷണത്തിൽ വല്ലതും അങ്ങ് വിതറിയാലോ, അതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്ന് അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നു. TNT ബ്രസീൽ ഇക്കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ തമാശയായിട്ട് പറഞ്ഞതാണ്. ആലിസന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും അങ്ങ് വിതറുക, എന്നിട്ട് വയറിളക്കം പിടിക്കുക, ബ്രസീൽ വേഴ്സസ് അർജന്റീന കളിക്ക് ആലിസൺ ഇല്ലാതിരിക്കുക. ഇതാണ് ഇപ്പോൾ മാക്കലിസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. നല്ല ഫോമിലാണ് ഇപ്പോൾ ആലിസൺ ബെക്കർ ഉള്ളത്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള പ്രകടനം അദ്ദേഹം ഇപ്പോൾ നടത്തുന്നു. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിൽ PSG-ക്കെതിരെ അദ്ദേഹം പുറത്തെടുത്ത ആ ഒരു മിന്നും പ്രകടനമുണ്ടല്ലോ, അതോടുകൂടി അദ്ദേഹം പോയ UCL മാച്ച് ഡേയിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മിന്നും ഫോമിൽ നിൽക്കുന്ന ആലിസൺ ബ്രസീലിന്റെ വല കാക്കാൻ നിന്നാൽ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും എന്ന് കണ്ടറിഞ്ഞാണ് അലക്സിസ് മാക്കലിസ്റ്റർ ഇങ്ങനെ പറയുന്നത്. അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ കണങ്ങളൊക്കെ ഈ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. തമാശയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വി വിൽ ട്രൈ ടു പുട്ട് സംതിങ് ഇൻ ആലിസൺസ് ഫുഡ് സോ ഹി ഡസന്റ് അറൈവ് ഫോർ അർജന്റീന വേഴ്സസ് ബ്രസീൽ. ഞങ്ങള് ആലിസന്റെ ഫുഡിൽ വല്ലതുമൊക്കെ ഇടാൻ, വല്ലതുമൊക്കെ കലർത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരത്തിന് വരില്ലല്ലോ, അങ്ങനെ അവനെ തടയാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും എന്ന് അദ്ദേഹം തമാശയായിട്ട് പറയുകയാണ്. സംഗതി ഇത് തമാശയാണെങ്കിലും ആലിസന്റെ ഫോം ഒരു വല്ലാത്ത ഫോം തന്നെയാണ്. അതിപ്പോൾ ഈ ലോകത്തെ ഏത് വമ്പൻ സ്ട്രൈക്കർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നുമാണ്. പ്രത്യേകിച്ച് ബ്രസീൽ അർജന്റീന മത്സരങ്ങൾ വളരെയധികം വൈരമുള്ള പോരാട്ടങ്ങളാണ്. കാരണം ആർച്ച് റിവൽസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രഷറും കാര്യങ്ങളും ഒക്കെ കളിക്കളത്തിൽ നമുക്ക് കാണാനും പറ്റും. ഇപ്പോൾ കോൺമബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഈ മാസം 25-നാണ്. ഈ മാസം 25 എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഈ മാസം 26 പുലർച്ചെ 5:30 ബ്യൂണസ് അയേഴ്സിൽ മോണമെന്റൽ സ്റ്റേഡിയത്തിൽ ഈ കളി നടക്കുന്നത്. അർജന്റീനയുടെ മൈതാനത്താണ് കളി എന്നർത്ഥം. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഷറുള്ളൊരു കളിയാണ്. നിലവിൽ അവർ 12 കളികളിൽ നിന്ന് 18 പോയിന്റുമായിട്ട് കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 5-ാം സ്ഥാനത്താണ്. അർജന്റീനയുടെ കാര്യം അങ്ങനെയല്ല. അർജന്റീന 1-ാം സ്ഥാനത്താണ്, 12 കളിയിൽ നിന്ന് 25 പോയിന്റ്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അനായാസമായിട്ട് സംഭവിക്കും എന്ന് തന്നെ പറയാം. ബ്രസീലിന് പക്ഷേ ഒരൽപ്പം ബുദ്ധിമുട്ടാണ്, കടികട്ടിയാണ്. പക്ഷെ ആദ്യം 6 സ്ഥാനക്കാർ കയറും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ 5-ാമതുള്ള ബ്രസീലിന് ചെറിയ ആശ്വാസമുണ്ട്. ഈ മാസത്തെ മത്സരങ്ങൾ കൂടി അതത്ര എളുപ്പമല്ല. കൊളംബിയക്കെതിരെ അർജന്റീനക്കെതിരെയുമാണ്. ആ മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ബ്രസീലിന് സ്വാഭാവികമായിട്ടും അത് വലിയ ആശ്വാസമാകും. എന്തായാലും കാത്തിരിക്കാം ഏത് തരം പ്രകടനമായിരിക്കും ആലിസൺ പുറത്തെടുക്കുക എന്നറിയാൻ വേണ്ടി. ഇനിയിപ്പോൾ അലക്സിസ് മാക്കലിസ്റ്റർ പറഞ്ഞ പോലെ എങ്ങാനും ചെയ്ത് കളയുമോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.